ഓക്കെ, ആ ഫസ്റ്റ് നമ്മൾ നേരത്തെ എടുത്തത്. ഓക്കെ, ജസ്റ്റ് വായിച്ചോ. ആദ്യം മുതലല്ലേ? ആദ്യം മുതൽ. ദൂരത്തേക്ക് ദൃഷ്ടികൾ ഊന്നി വിഷാദമഗ്നനായി ബെന്നി ഒരു കസേരയിൽ ഇരിക്കുന്നു. 6ാം തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണവൻ. അകത്തു നിന്ന് അമ്മ കണ്ടു. 5 വയസ്സ് പ്രായം, സാരിയും ബ്ലൗസും വേഷം. അമ്മ: മോനെ ബെന്നി, മോന്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അമ്മ ചെയ്തു കഴിഞ്ഞു. ബെന്നിയെ കൂടുതൽ കണ്ടിട്ട് നിനക്കെന്താ ഒരു ഉന്മേഷമില്ലാത്ത പോലെ? വിനോദയാത്രയ്ക്ക് പോകുന്ന ദിവസം കുട്ടികൾ കൂട്ടിലിട്ട വിരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുമല്ലോ. എന്തു പറ്റി മോനെ? ബെന്നി: ഒന്നുമില്ല അമ്മച്ചി. അമ്മ: എന്നാ കുളിച്ചൊരുങ്ങി പോകാൻ നോക്ക്. സാറുമാര് സ്കൂളിലെത്താൻ പറഞ്ഞ സമയത്ത് സ്കൂളിലെത്തണം. വണ്ടി ഇപ്പൊ വന്നു കാണും. പുറത്തുനിന്ന് ബെന്നിയുടെ കൂട്ടുകാരൻ തമ്പി കടന്നു വരുന്നു, കയ്യിൽ ഒരു വാട്ടർ ബോട്ടിലും. തമ്പി: ഒന്നപാടെ. അല്ല ബെന്നി, നീ തയ്യാറായില്ലേ? അമ്മ: കണ്ടോ തമ്പി തയ്യാറായി ഇങ്ങെത്തിക്കഴിഞ്ഞു. ഇവൻ കുളിച്ചിട്ടുമില്ല, ഒരുങ്ങിയിട്ടുമില്ല. തമ്പി: സമയം വൈകിയൊന്ന് കരുതി ഞാൻ ഓടി വരികയായിരുന്നു. ഞാൻ വിചാരിച്ചു ബെന്നി പോയി കാണുമെന്ന്. അമ്മ: ഇന്ന് നേരം വെളുത്താ പിന്നെ എന്തോ ഇവനൊരു പ്രസാദക്കുറവ്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് പറ. ബെന്നി: തമ്പി പോയിക്കൊള്ളൂ, ഞാൻ വന്നേക്കാം. അമ്മ: മോൻ എന്തിനാ ഇനിയും ഇവിടെ അയക്കുന്നത്? വേഗം ഒരുങ്ങി തമ്പിയുടെ കൂട്ടത്തിൽ പോ. എന്തോ ഓർത്ത പോലെ. വാട്ടർ ബോട്ടിൽ വെള്ളം ഒഴിച്ചില്ല. ഞാൻ ഉടനെ ഒഴിച്ചു വെക്കട്ടെ. അകത്തേക്ക് പോകുന്നു. തമ്പി: വേഗമാവട്ടെ ബെന്നി, പോയി കുളിക്ക്. എന്നിട്ട് വേഗം നമുക്ക് സ്കൂളിലെത്താം. ബെന്നി: എന്തോ എനിക്കൊന്നും ഉന്മേഷം തോന്നണില്ല. തമ്പി: വിനോദയാത്ര പോകാൻ ആദ്യം പേര് കൊടുത്തത് നീയാണ്. പോകേണ്ട ദിവസം വന്നപ്പോൾ പിന്മാറുന്നത് ശരിയാണോ? ബെന്നി: രൂപ കൊടുക്കാതെ വെറുതെ പോകാൻ പറ്റുമോ? തമ്പി: നിന്റെ രൂപ ഇന്ന് വരുമ്പോ കൊണ്ടുവരാമെന്നല്ലേ സാറിനോട് പറഞ്ഞത്. നീ മോണിറ്റർ ആയതുകൊണ്ട് സാർ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ രൂപ കിട്ടിയില്ലേ? ബെന്നി: രൂപ കിട്ടി, പക്ഷെ ആ രൂപ എന്റെ കൈവശം ഇല്ല തമ്പി. തമ്പി: നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ നഷ്ടപ്പെട്ടു പോയോ, അതോ ആരെങ്കിലും തട്ടിപ്പറിച്ചിട്ടോ? ബെന്നി: അത് മാത്രം എന്നോട് ചോദിക്കരുത്. തമ്പി: ഓഹോ, അത് ശരി. നീ ചീത്ത കൂട്ടുകാരുടെ കൂട്ടുകൂടി 100 രൂപയ്ക്ക് മിഠായി മേടിച്ചെത്തുന്നിട്ടുണ്ടാകും അല്ലേ? ബെന്നി വിലക്കിക്കൊണ്ട്: ഇല്ല തമ്പി, അതേ വിധത്തിൽ ഞാൻ രൂപ നശിപ്പിച്ചിട്ടില്ല. തമ്പി: പിന്നെ രൂപ എവിടെ പോയി? ശരി, നീ വരണില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നീ ന്യായമായുള്ള കൂട്ടുകെട്ട് ഇന്നോട് അവസാനിച്ചിരിക്കണേ. ബെന്നി നിസ്സഹായത: എന്നെ നീ ഒരു കുറ്റക്കാരനായി കാണരുത് തമ്പി. അതെന്നെ കൂടുതൽ വേദനിപ്പിക്കും. തമ്പി: നീ ഇനി എന്നോടൊന്നും പറയണ്ട. ഞാൻ പോകാൻ 1-2 ഇത്ര വരെ എടുത്തുള്ളൂ തോന്നുന്നു അല്ലേ മക്കളെ? അമ്മ ഏതുവരെ എടുത്തേ? പേജ് വരെ അല്ലേ? ഇത്രേ എടുത്തുള്ളൂ അല്ലേ? 1-2 വെക്കുമ്പോൾ അമ്മ വരും. ഏതുവരെ? എന്താണ്, എവിടം വരെ നമ്മൾ എടുത്ത മക്കളെ? അവിടുന്ന് പോലെ എന്തോ എനിക്കൊരു ഉന്മേഷം തോന്നണില്ല തമ്പി. അപ്പൊ തമ്പി എന്താ പറഞ്ഞേ? വിനോദയാത്ര പോകാൻ ആദ്യം പേര് കൊടുത്തത് നീയാണ്. പോകേണ്ട ദിവസം വന്നപ്പോൾ പിന്മാറുന്നത് ശരിയാണോ? അപ്പൊ ബെന്നി പറഞ്ഞു: രൂപ കൊടുക്കാതെ വെറുതെ പോകാൻ പറ്റുമോ? തമ്പി: അപ്പൊ എന്താ പറഞ്ഞത്? നിന്റെ രൂപ ഇന്ന് വരുമ്പോ കൊണ്ടുവരാന്നല്ലേ സാറിനോട് പറഞ്ഞേ? നീ മോണിറ്റർ അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ബെന്നി: രൂപ കിട്ടി, പക്ഷെ ആ രൂപ എന്റെ കൈവശമില്ല തമ്പി. നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ നഷ്ടപ്പെട്ടു പോയോ, അതോ ആരെങ്കിലും തട്ടിപ്പറിച്ചെടുത്തോ? അത് മാത്രം അതാ അമ്മ പറഞ്ഞത്. അത് മാത്രം തമ്പി എന്നോട് ചോദിക്കരുത് അല്ലെ? നേരല്ലേ നമ്മൾ പറഞ്ഞ എന്തേ പറഞ്ഞാല് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോ എന്തുകൊണ്ടാ പറയാതിരുന്നതെന്ന് നമുക്ക് അതിന് ശേഷം വരും. അത് പറഞ്ഞപ്പോഴാണ് നമ്മള് എന്തല്ലോ പറഞ്ഞത് അല്ലെ? അപ്പോ തമ്പി എന്താ പറഞ്ഞേ? ഓഹോ, അത് ശരി. നീ ചീത്ത കൂട്ടുകാരോട് കൂട്ടുകൂടി 100 രൂപയ്ക്ക് മിഠായിയും പലഹാരവും മേടിച്ചു തിന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എന്താണ് സുഹൃത്തിന്റെ വഴി പോകുന്നത്? സുഹൃത്ത് എന്താ പറഞ്ഞേ? നീ ചീത്ത കൂട്ടുകെട്ട് കൂടിയിട്ട് നിന്റെ കയ്യിലെ ക്യാഷ് കളഞ്ഞിട്ടുണ്ടാവും അല്ലെ? 100 രൂപ കളഞ്ഞിട്ടുണ്ടാവും മിഠായിയും പലഹാരവും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് അല്ലെ? അപ്പൊ ബെന്നി എന്താ പറഞ്ഞത് വിലക്കിക്കൊണ്ട്? ഇല്ല തമ്പി, അതേ വിധത്തിൽ ഞാൻ ആ രൂപ നശിപ്പിച്ചിട്ടില്ല. അപ്പൊ ബെന്നി പറയുന്നേ, ഞാൻ ആ വിധത്തിലല്ല ആ രൂപ നശിപ്പിച്ചത് എന്ന് പറഞ്ഞു അല്ലെ? അത് പറയുമ്പോ വിലക്കിക്കൊണ്ട്, വിലക്ക് പറഞ്ഞാല് തടഞ്ഞുകൊണ്ട് പറയുന്നത്, ഇല്ല തമ്പി, അതേ വിധത്തിൽ ഞാൻ ഒരു രൂപ നശിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ വിധത്തിലല്ല ഞാൻ ആ രൂപ നശിപ്പിച്ചത് എന്നാണ് പറയുന്നത്.
തമ്പി പിന്നെ രൂപ എവിടെ പോയി? ശരി, നീ വരണില്ല എന്ന് തന്നെ തീരുമാനിച്ചു. നീ ഞാനുമായുള്ള കൂട്ടുകെട്ട് ഇന്നോടെ അവസാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ തമ്പി എങ്ങനെ പറഞ്ഞത്? ബെന്നി ആ രൂപ നശിപ്പിച്ചു, എഴുതി ടൂറിന് വരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ബെന്നി നിസ്സഹായതയോടെ പറയുന്നു. നിസ്സഹായത പറഞ്ഞ എന്താണ്? ഒന്നും പറയാനില്ലാത്ത ഒരവസ്ഥ അല്ലെ? നിസ്സഹായാവസ്ഥയില് നിസ്സഹായത, അതാ നിസ്സഹായത എന്ന് പറയുന്നത്. എന്നെ നീ ഒരു കുറ്റക്കാരനായി കാണരുത് തമ്പി, അതെന്നെ കൂടുതൽ വേദനിപ്പിക്കും അല്ലെ? എന്നെ നീ ഒരു കുറ്റക്കാരനായി കാണരുത്, അതെന്നെ കൂടുതൽ വേദനിപ്പിക്കുന്ന ബെന്നി പറയുന്നു. അപ്പൊ തമ്പി പറഞ്ഞു, നീ എന്നോടൊന്നും പറയണ്ട, ഞാൻ പോകാൻ ഒന്ന് രണ്ടടി വയ്ക്കുമ്പോൾ അമ്മ വരും അല്ലെ? എന്താ ഉണ്ടായത്? അപ്പൊ നീ നീ ഒരു കുറ്റക്കാരനായി കാണരുത് തമ്പി, അതെന്നെ കൂടുതൽ വേദനിപ്പിക്കുന്ന ബെന്നി പറയുമ്പോ തമ്പി പറഞ്ഞു, എന്നോടൊന്നും പറയണ്ട, എനിക്ക് കേൾക്കാനൊന്നും പറ്റില്ല, കാരണം ഞാൻ പോവാണ്, നീ എന്തെങ്കിലും ചെയ്തു ആ ക്യാഷ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ പോകാൻ ഒന്ന് രണ്ടിട്ട് വരുമ്പോൾ അമ്മ വരുന്നു അല്ലെ? അമ്മ ആദ്യം രംഗപ്രവേശം ചെയ്തു. അപ്പൊ അമ്മ എന്താ പറയുന്നത്? അമ്മ പറയുന്നു, തമ്പി പോകുവാണോ എന്ന് ചോദിച്ചു. അപ്പൊ ബെന്നി വരാൻ കാത്തു നിൽക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ തമ്പി തറച്ച ശബ്ദത്തിൽ പറയുന്നു, ആന്റി, നമ്മെ എല്ലാവരും ഇവൻ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. മലമ്പുഴക്ക് പോകാൻ ഇവന്റെ കയ്യിൽ രൂപയില്ല. അപ്പൊ എന്താ അവന്റെ പ്രശ്നം? മലമ്പുഴക്ക് ടൂറിന് പോകേണ്ട രൂപ അവന്റെ കയ്യിൽ ഇല്ല, അത് വേറെ എങ്ങനെയോ ഇവൻ നശിപ്പിച്ചു എന്നാണ് സുഹൃത്ത് വിചാരിക്കുന്നത് അല്ലെ? അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? രൂപയില്ലേ? 100 രൂപ സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ അമ്മ പറഞ്ഞു അല്ലെ? അമ്മയുടെ അറിവ് അങ്ങനെയാണ്. അമ്മ 100 രൂപ കൊടുത്തത് സാറിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അമ്മയുടെ വിചാരം. അപ്പൊ തമ്പി എന്ന് പറഞ്ഞു, ഇവൻ കൊടുത്തിട്ടില്ല, കൂട്ടുകാര് കൂടി മിഠായി പലഹാരവും മേടിച്ചു തിന്നു. ആന്റി തന്നെ അവനോട് ചോദിക്കും, ഞാൻ പോകും. വേഗത്തിൽ ആരെ പോകുന്നു? തമ്പി അല്ലെ? വേഗത്തില് തമ്പി പോകും. അതാണ് അവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? അമ്മ ജ്വലിക്കുന്ന കണ്ണുകളോടെ. എന്തുകൊണ്ടാ ജ്വലിച്ചത് അമ്മയുടെ കണ്ണ്? എന്തുകൊണ്ടാണ് അമ്മക്ക് ദേഷ്യം വന്നത്? ജ്വലിക്കുന്ന കണ്ണുകൾ പറഞ്ഞാല് അമ്മയ്ക്ക് ദേഷ്യം വന്നു അല്ലെ? എന്തിനാ ദേഷ്യം വന്നത് ജസ്റ്റിസേ? അത് അവനത് പൈസ കളഞ്ഞു. ആ പൈസക്ക് മിഠായിയും പലഹാരവും ഒക്കെ വാങ്ങി തന്നു എന്നാണ് അമ്മയും തമ്പി പറഞ്ഞതുപോലെ തന്നെയാണ് അമ്മയും കരുതിയത്. അപ്പൊ ഇത് പറഞ്ഞ കണക്കെ ബെന്നി അത് തുറന്നു പറയുന്നില്ല. തുറന്നു പറയാത്താണ് ഇവിടുത്തെ പ്രശ്നം. ഇതാ മറ്റേ ചങ്ങാലിപ്രാവിന്റെ കഥ പോലെ തന്നെയല്ല, ആ റോഡ് തന്നെയാണ്. ഏകദേശം അല്ലെ? അപ്പൊ കഥയെല്ലാം അങ്ങനെയല്ലേ, ഒരു ഗുണപാഠം അത്രേ ഉള്ളൂ. മോറൽ സ്റ്റോറി കേട്ടോ. ഓക്കെ. ഈ തമ്പി എങ്ങനെയാ അറിഞ്ഞ ഈ മുട്ടായി മേടിച്ച തമ്പി എങ്ങനെയാ? തമ്പി എങ്ങനെയാ ഊഹിച്ചു പറയാൻ? ഇപ്പൊ നമ്മള് പറയാറില്ലേ, എന്തെങ്കിലും പൈസ എല്ലാം എടുത്തു കഴിഞ്ഞാ പറയാ, നീ മിഠായി ഐസ്ക്രീം എല്ലാം മേടിച്ചു അല്ലേ എന്ന് പറയാറില്ലേ? ജസ്റ്റ് ഇങ്ങനെ പറയില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പറയാറില്ല? പറയാറുണ്ട്. എന്നാ പിന്നെ ആ അമ്മ അല്ല, ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ ഒരു 50 രൂപ നിങ്ങൾ എടുത്തു, അധികം എടുത്തിന് അമ്മയെന്ന് പറഞ്ഞാലും ചോദിക്കും, നീ ഐസ്ക്രീം വാങ്ങി കഴിച്ചോ? ഞാൻ ചിലപ്പോ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ ചോദിക്കാറുണ്ടോ ജസ്റ്റിസിന്റെ അമ്മ? അങ്ങനെ ചോദിക്കാറുണ്ട്. എന്നാ ഈ കഥയിൽ ഈ അമ്മ ക്ലാരിഫൈ ചെയ്യാതെ നേരെ ഡയറക്റ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അടിക്കാൻ പോകാൻ പാടില്ല അല്ലെ? ജസ്റ്റിസ് എല്ലാം നേരെ. അതാണ് ശരി, അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ? എന്തായാലും നമ്മളെ മക്കള് തെറ്റ് ചെയ്യില്ല എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോപ്പിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കണം അല്ലെ? എന്താണ് മോനെ നീ അത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനും കൂടെ വിഷമായില്ലേ അല്ലെ? അപ്പൊ ജസ്റ്റ് ഊഹിച്ച് സുഹൃത്ത് പറഞ്ഞു, ആ സുഹൃത്ത് പറഞ്ഞത് തന്നെ അമ്മയും ചെവിക്കൊണ്ടു. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? ജ്വലിക്കുന്ന കണ്ണുകളോടെ എന്ന് പറഞ്ഞാല് അല്ലാത്ത ദേഷ്യം വന്നു നമുക്ക്. ടൂറിന് പോകാൻ കൊടുത്ത പൈസയാണ് മുട്ടായി വാങ്ങിക്കുന്നത് എന്നുള്ളൊരു ബോധാണ് അമ്മക്ക് ഉണ്ടായത്. അത് നമ്മള് പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒറ്റയടിക്ക് തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലെ? ഉണ്ടാവാറുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ തീരുമാനം എടുക്കും. ആരെങ്കിലും നമ്മളെ മക്കളെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം വിചാരിക്കും, ശരിയായിരിക്കും എന്ന് പെട്ടെന്ന് ചോദ്യം ചോദിക്കാനൊന്നും പോകില്ല, അത് തിരുത്താനോ ഒന്നും പോകില്ല. ചില പാരന്റ്സ് എന്ത് ചെയ്യും? നേരെ അവരെ രണ്ട് ചാടിക്കടിക്കലായിരിക്കും അല്ലെ? നല്ല പോലെ പേടിപ്പിക്കും. അങ്ങനെയല്ലേ ചെയ്യുക പൊതുവെ? മറ്റുള്ളവർ പറഞ്ഞതിൽ ശരിയുണ്ടോ എന്ന് ചിന്തിക്കൂല. ഇപ്പൊ ഇതിനിടയ്ക്ക് നമ്മളിവിടെ ഒരു എക്സാം നടന്നു. കണ്ണുകളോടെ സത്യം പറഞ്ഞോളണം, ആ രൂപ നീ എന്ത് ചെയ്തടാ എന്ന് ചോദിച്ചു അല്ലെ? അങ്ങനെ ചോദിക്കും. ആ രൂപ നീ എടുത്തിനാ? വീടിനേരം കാണാണ്ടായ എന്തെങ്കിലും പൈസ നീ എടുത്തിനാ എന്ന് ചോദിക്കും നമ്മൾ ആദ്യം അല്ലെ? ചിലപ്പം വീട്ടിലെ കുട്ടികളോട് ചോദിക്കും, നീ എടുത്തിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ പൈസ നീ എന്തായിരുന്നു ചെയ്തത്? സത്യം പറയണമെന്ന് പറയും അല്ലെ? അപ്പൊ അങ്ങനെ ചോദിച്ചു അമ്മ, ആ രൂപ നീ എന്ത് ചെയ്തതാന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും കൊടുത്തിയാണ് അമ്മ 100 രൂപ. അപ്പൊ ആ 100 രൂപ എവിടെ പോയിന്ന് ഒരു പിടുത്തവും ഇല്ല, അവൻ പറയുന്നുമില്ല. അപ്പൊ
എവിടെ പോയി എന്ന് ചോദിച്ചു. എന്ത് ചെയ്തടാ അതെന്ന് ചോദിച്ചു. അമ്മക്ക് ദേഷ്യം വന്നു. നല്ലപോലെ സത്യം പറഞ്ഞോളാം, ആ രൂപ നീ എന്ത് ചെയ്തടാന്ന് ചോദിച്ചു. അപ്പൊ ബെന്നി പറയുന്നു, പരിങ്ങലോടെ പറയുന്നു, എന്താണ് അമ്മേ ഞാനത്, ആ ഒരു കുത്തു കണ്ടോ, ശരിക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നാ പറഞ്ഞ് പരിങ്ങലോടെ വിറയലോടെ പറഞ്ഞു, അമ്മയെ വിളിച്ചു ഞാനത് എന്ന് പറഞ്ഞു അല്ലെ. ഞാനത് എന്താ ചെയ്തതെന്ന് അന്നേരം ക്ലിയർ ആയി പറയുന്നില്ല. അപ്പൊ അമ്മ പറയുന്നുണ്ട്, ആ രൂപ എങ്ങനെ നശിപ്പിച്ചെന്നാ എനിക്കറിയേണ്ടത്, നിന്നെ കൊണ്ട് സത്യം പറയിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ പാരന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്, ആ രൂപ എങ്ങനെ നശിപ്പിച്ചെന്നാ എനിക്കറിയേണ്ടത്, നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കാൻ നോക്കട്ടെ മറ്റേ രണ്ടെണ്ണം കൊടുക്കും അല്ലെ. അപ്പോഴേക്കെന്നെ വീണിട്ടുണ്ടാവും രണ്ടെണ്ണം, ഒന്നോ രണ്ടെണ്ണോ കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഞാൻ നോക്കട്ടെ, വാട ഇവിടെ ബെന്നിയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകും അല്ലെ, അടിക്കാൻ വേണ്ടിട്ട് അകത്തേക്ക് കൊണ്ടുപോകും. അകത്ത് അമ്മ ബെന്നിയെ പ്രഹരിക്കുന്ന ശബ്ദം. പ്രഹരിക്കുക പറഞ്ഞ എന്താ അർത്ഥം, അടിക്കുക അല്ലെ. ആ ജസ്റ്റ് ചോദിച്ചു. ഈ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോ എന്താണ് ടൂറിന് നല്ല താല്പര്യമുള്ള ആളായിരിക്കും. എന്നാ പിന്നെ അത് മോശം കാര്യത്തിന് യൂസ് ചെയ്തൊന്നും ചിന്തിക്കാൻ വരാം നമുക്ക്. ജസ്റ്റിസ് പിന്നെ പല വഴിക്കും ചിന്തിക്കുകയാണ് ജസ്റ്റിസ് അല്ലെ. പക്ഷെ ടൂറിന് പോകാൻ നല്ല താല്പര്യമുള്ള കുട്ടിയായിരുന്നു. അത് ഡൗട്ട് കൂടുതലാണ് ജസ്റ്റിസ്, അത് നല്ലതാണ്. അപ്പൊ ജസ്റ്റിസ് എന്താണെന്നറിയോ, ആ കുട്ടിക്ക് നല്ല പോലെ താല്പര്യം ഉണ്ട് ടൂറിന് പോകാൻ. അത് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ലൈനിന് മനസ്സിലായി. എന്ത്, വിനോദയാത്രയ്ക്ക് പോകാൻ ആദ്യം പേര് കൊടുത്തത് നീയാണ്. ആര് പറയുന്നുണ്ട്, തമ്പി പറയുന്നുണ്ട് അല്ലെ. ഫസ്റ്റില് പേര് കൊടുത്തത് ആരാണ്, ബെന്നിയാണ്. അപ്പൊ ബെന്നിക്ക് നല്ല താല്പര്യം ഉണ്ട് ടൂറിന് പോവാൻ. പക്ഷേ ആ കുട്ടിക്ക് അസുഖം വന്ന് കിടക്കുമ്പോ അതിനെക്കാളും വലുതല്ലല്ലോ എന്റെ ടൂറ് എന്നാണ് ആ കുട്ടി കരുതുന്നത്. മനസ്സിലായോ? അപ്പൊ അമ്മക്ക് ചിന്തിക്കാൻ എന്തായാലും നല്ല കാര്യത്തിന് ഉപയോഗിച്ചെന്ന്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാ. അമ്മയെ ചിന്തിച്ചിട്ടില്ല. അമ്മക്കറിയില്ലല്ലോ ഈ കൂട്ടുകാരന് സുരേന്ദ്രന് അസുഖം ഉള്ളത് അമ്മക്കറിയുന്നില്ലല്ലോ. ഇപ്പം ജസ്റ്റിസും ആരാ, ജോയലോ ഹരിനന്ദോ ആരെങ്കിലും. അപ്പൊ ഹരിനന്ദിന് ഒരു പനി വന്നു. അപ്പൊ ജസ്റ്റിസിന്റെ അമ്മക്കറിയില്ലല്ലോ ഹരിനന്ദിന് ഇവിടെ പനി വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ ജസ്റ്റിസ് എന്ത് ചെയ്തു, അത് നല്ല കാര്യത്തിന് വേണ്ടി എന്നെ ടൂർ ഒഴിവായാലും സാരില്ല, ഹരിനന്ദിന്റെ അസുഖം മാറട്ടെ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, ഹരിനന്ദിന്റെ അച്ഛന് ആ പൈസ കൊടുത്തു. അപ്പോ 100 രൂപ കൊടുത്തു. അപ്പൊ അമ്മക്ക് അത് അറിയേയില്ല, ഈ സുഹൃത്തിന് കൂട്ടുകാരന് അസുഖമുള്ള കാര്യം അമ്മക്ക് അറിയുന്നില്ലല്ലോ. അപ്പൊ അമ്മയോട് പറഞ്ഞാലല്ലേ അറിയാം. ഇപ്പൊ ജസ്റ്റിസ് പറയണം ഞാൻ ഇന്ന ആൾക്ക് ആ പൈസ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ തല്ലുന്നതിന് മുമ്പേ പറഞ്ഞാ പോരെ, സത്യസന്ധമായ കാര്യം പറഞ്ഞാ പോരെ. നല്ല പോവില്ലോ. എന്തായാലും മൊട്ടായി മേടിക്കാൻ ഈ തമ്പി പറഞ്ഞ പോലെ അത് കേട്ട് വിശ്വസിച്ച് മൊട്ടായി മേടിക്കാൻ എന്തായാലും പോവുമല്ലോ. പറയാൻ പറ്റില്ലല്ലോ, ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലോ, ചെറുതാണ്. ചില പക്വത ഇല്ലാത്ത കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ എന്താണ്, 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒരുപാട് വലിയ കുട്ടികളൊന്നല്ല, നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ. ചില കുട്ടികൾ അങ്ങനെ ചെയ്യും. ജസ്റ്റിസ് ഒക്കെയാണ്, നല്ല പക്വതയിലെ ആളാണ്. ചില കുട്ടികൾ ഉണ്ടാവും അതില്, ഇപ്പം വേണമെങ്കിൽ ഇതിൽ തന്നെ ആരെങ്കിലും ഒരാൾ വേണമെങ്കിൽ കൊടുത്തുടായികൊന്നും ഇല്ല അല്ലെ. അപ്പൊ കൊടുത്തു. അത് മിഠായിയും പലഹാരവും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലവർ ഐസ്ക്രീം എല്ലാം വാങ്ങി തിന്നു. ഇപ്പോഴത്തെ കാലത്ത് മിഠായിയും പലഹാരം വിട്ടു ഇപ്പൊ ഐസ്ക്രീമിന് വലിയ വലിയ സാധനങ്ങളുണ്ട്. 50 രൂപക്ക് 100 രൂപക്കെല്ലാം സാധനങ്ങളിൽ കോൺ ഐസ്ക്രീം, ഫലൂദ എല്ലാം ഉണ്ട്. അതായത് മേടിച്ച് കഴിച്ചു എന്ന് വിചാരിക്കാം നമുക്കിപ്പം വേണമെങ്കിൽ. ഒരു നല്ല കൂട്ടുകാരനാണെങ്കിൽ ഈ തമ്പി അമ്മയോട് പറയുമോ? ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തുന്നുള്ളൂ അല്ലേ. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ രൂപ എങ്ങനെ നശിപ്പിച്ചെന്നാ എനിക്കറിയേണ്ടത്, നിന്നെ കൊണ്ട് സത്യം പറയിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാടാ ഇവിടെ. ബെന്നിയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അകത്തമ്മ ബെന്നിയെ പ്രഹരിക്കുന്ന ശബ്ദം. പ്രഹരിക്കുക, അടിക്കുക അല്ലെ. അമ്മയുടെ ശകാര വാക്കുകളും മകന്റെ ദീനരോധനവും കേൾക്കാം. അമ്മയുടെ ദേഷ്യപ്പെടുന്ന വാക്കുകൾ, ശകാരം ചീത്ത പറയുന്നു അല്ലെ. പിന്നെയോ മകന്റെ ദീനരോധനം. ദീനരോധനം എന്ന് പറഞ്ഞാൽ ദയനീയമായ കരച്ചിൽ അല്ലെ. വല്ലാത്ത ദയനീയമായ കരച്ചിലും കേൾക്കാം. അത് രണ്ടും അവിടുന്ന് ഉച്ചത്ത് കേൾക്കാം. അന്നേരം അതിന്റെ അർത്ഥം എന്താണ്, അമ്മ അടിക്കുക തന്നെയാണ് ചെയ്തു കുഞ്ഞിനാണ്. ഒടിഞ്ഞ വടിയുമായി അമ്മ വീണ്ടും മുറിയിടും. അമ്മ ശകാരം തുടരുന്നു. പണം കെട്ടുകെട്ടായി ഇവിടെ ഇരുന്നിട്ടല്ല ആ രൂപ എടുത്ത് തന്നത് അല്ലെ. പണം ഇവിടെ കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നൊന്നുമില്ല. എന്നിട്ടല്ല ഞാൻ എനിക്ക് രൂപ എടുത്ത് തന്നെ. പിന്നെന്തിനാ തന്നത്, വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന അറിവും ഉല്ലാസവും നിനക്കും കിട്ടട്ടെ എന്ന് കരുതിയാണ്. അപ്പച്ചൻ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, നിന്നെ ഒരു പാഠം പഠിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു അല്ലെ. അച്ഛൻ എല്ലാരും പറഞ്ഞത് എന്താണ്, അമ്മമാര് അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് നല്ല അടി തരാൻ പറയിക്ക,
അതുകൊണ്ട് ബാക്കി പിന്നെ വടിപൊട്ടി എന്നിട്ട് പറയല് വീണ്ടും എന്ത് അച്ഛനൊന്നും ഇങ്ങോട്ട് അപ്പച്ചനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ ബാക്കി നിന്നോട് ആടെ വെച്ച് പറഞ്ഞുതരാം അല്ലെ, നിന്നെ ഒരു പാഠം പഠിപ്പിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോ എന്താണ് നമ്മുടെ രംഗത്ത് ഒരാൾ കൂടി കടന്നു വരികയാണ്. ആര്? രാമൻകുട്ടി നായർ വരും. ക്ഷീണിതന്റെ മുഖഭാവം. എങ്ങനെയാ? ഒരു പാവായിട്ട് ഒരുപാട് ക്ഷീണം പിടിച്ചിട്ട് രാമൻകുട്ടി നായര് കടന്നു വരും. ആരാ രാമൻകുട്ടി നായര്? നമ്മുടെ ഈ അസുഖമുള്ള കുട്ടിയുടെ അച്ഛനാണ് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്? രാമൻകുട്ടി വന്ന പാടെ പറഞ്ഞു, ജോസഫ് സാറിന്റെ വീടല്ലേ ഇല്ലേ? അമ്മ അതെ, എന്താ വിശേഷം? രാമൻകുട്ടി കൃതജ്ഞതയോടെ പറയുന്നു അല്ലെ, കൃതജ്ഞതയോടെ, അതായത് വളരെ ദയോടുകൂടി പറയുന്നത് അല്ലെ, കൃതജ്ഞതയുണ്ട് അവരോട്. എന്തുകൊണ്ടാ? ഈ ക്യാഷ് കിട്ടിയത് വലിയ ഒരു ആശ്വാസമായി അവർക്ക്. ഈ കുടുംബം എന്നോട് കാണിച്ച കാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി. കാരുണ്യം, ദയ അല്ലെ. ഈ കുടുംബം എന്നോട് കാണിച്ച കാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ആ അസുഖം വന്ന സമയത്ത് ഒരു 100 രൂപയായാലും വലിയ ഒരു പൈസ ആയിട്ട് അദ്ദേഹത്തിന് തോന്നിയല്ലേ. അപ്പോ അദ്ദേഹത്തിന് ക്യാഷ് ഇല്ലാത്ത സമയത്ത് കിട്ടിയത് വലിയൊരു കാര്യമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കുടുംബം എന്നോട് കാണിച്ച കാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ അമ്മ പറഞ്ഞു, എന്തുണ്ടായി? എനിക്ക് മനസ്സിലായില്ലല്ലോ പറഞ്ഞു. അപ്പൊ അമ്മക്ക് അറിയില്ലല്ലോ. അപ്പൊ രാമൻകുട്ടി എന്താ പറഞ്ഞേ? എന്റെ പേര് രാമൻകുട്ടി നായരെന്ന. ജ്വരപ്പനി പിടിച്ച എന്റെ കുട്ടി സുരേന്ദ്രൻ ആശുപത്രി കിടന്ന് പിച്ചും പേയും പറയുന്നു. പനി കൂടിയിട്ട് അല്ലെ, പിച്ചും പേയും പറയുമായിരുന്നു. ഡോക്ടറെ കുറിച്ച് തന്ന മരുന്ന് വാങ്ങാൻ എന്റെ കയ്യിൽ ഒറ്റ പൈസയും ഉണ്ടായിരുന്നില്ല. തകർന്ന മനസ്സുമായി ആശുപത്രി വരാൻ തിരിയുന്ന എന്നെ തട്ടി വിളിച്ചത് ഇവിടുത്തെ ബെന്നി മോനായിരുന്നു അല്ലെ. ആകെപ്പാട് അദ്ദേഹത്തിന് ക്യാഷൊന്നും ഇല്ലാണ്ട് തകർന്ന മനസ്സുമായി ഇരിക്കുന്ന ആ സുരേന്ദ്രന്റെ അച്ഛനെ ഇങ്ങനെ തട്ടി വിളിച്ചത് ഇവിടുത്തെ ബെന്നി മോനായിരുന്നു. ജോസഫ് സാർ കൊടുത്തയച്ച രൂപ കൊണ്ട് ഞാൻ മരുന്ന് വാങ്ങി എന്റെ കുട്ടിക്ക് കൊടുത്തു. അപ്പൊ അച്ഛൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞാണ് ആര്? ജോസഫ് സാറ് കൊടുത്തയച്ച രൂപ കൊണ്ട് എന്നാണ് പറഞ്ഞപ്പോ കൊടുത്തതാണ് എന്ന് പറഞ്ഞാണ് കുട്ടിക്ക് കൊടുത്തത് അല്ലെ. ഞാൻ മരുന്ന് വാങ്ങി എന്റെ കുട്ടിക്ക് കൊടുത്തു. അതുകൊണ്ടാണ് രാമൻകുട്ടിനായർ അങ്ങനെ പറയുന്നത്. എന്ത്? ജോസഫ് സാർ കൊടുത്തയച്ച രൂപ കൊണ്ട് ഞാൻ മരുന്ന് വാങ്ങി എന്റെ കുട്ടിക്ക് കൊടുത്തു. ഇപ്പോൾ അവന്റെ രോഗം ഭേദമായി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ സമയത്ത് എന്താണ്? ബെന്നി അകത്തുനിന്ന് പുറത്തേക്ക് വരും. അപ്പൊ രാമൻകുട്ടി കേൾക്കുന്നു, ബെന്നിമോനെ സുരേന്ദ്രന്റെ അസുഖമൊക്കെ മാങ്ങി. ആ സമയത്ത് ഈശ്വരനാണ് കുഞ്ഞിന്റെ കയ്യിൽ രൂപ തന്നയച്ചത് അല്ലെ. അച്ഛൻ കൊടുത്ത് ബെന്നിക്ക് കൊടുത്തുവിട്ടതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? ബെന്നിമോനെ സുരേന്ദ്രന്റെ അസുഖമൊക്കെ മാറി. ആ സമയത്ത് ഈശ്വരനാണ് കുഞ്ഞിന്റെ കയ്യിൽ രൂപ തന്നയച്ചത് പറഞ്ഞു. അപ്പൊ ബെന്നി, എന്റെ കൂട്ടുകാരനായ അവന്റെ രോഗം മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. സുരേന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് പോന്നോ അമ്മാവാ അല്ലെ. എന്റെ കൂട്ടുകാരന്റെ അസുഖം മാറണമെന്നാണ് ബെന്നി പ്രാർത്ഥിച്ചത്. അപ്പൊ എന്ത് ചോദിക്കുന്നു? സുരേന്ദ്രൻ ആശുപത്രിയിൽ നിന്നും പോന്നു അമ്മാവാ. അപ്പൊ രാമൻകുട്ടി, പോന്നു കുഞ്ഞെ പോന്നു. രൂപ തന്ന വിവരം അമ്മയോട് കുഞ്ഞ് പറഞ്ഞിരുന്നില്ലേ അല്ലെ. പറഞ്ഞതായിട്ടൊന്നും ആ രാമൻകുട്ടിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ബെന്നി, ഇല്ല, അമ്മച്ചിയോടെന്നല്ല ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല അല്ലെ. ഈ രൂപ കൊടുത്ത കാര്യം അമ്മച്ചിയോടൊന്നല്ല ആരോടും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അമ്മ, നിന്റെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ നിനക്ക് അവിടുന്ന് കിട്ടിയ ആ രൂപ? അമ്മച്ചി അങ്ങനെ ബെന്നി പറയുന്ന, അമ്മച്ചി ഇനിയെങ്കിലും എന്നോട് ക്ഷമിക്കണം. മലമ്പുഴയ്ക്ക് പോകാൻ എനിക്ക് തന്ന 100 രൂപയായിരുന്നു അത്. വിനോദയാത്രയെ പറ്റിയല്ല ഞാൻ അപ്പോൾ ചിന്തിച്ചത്. എന്റെ സുരേന്ദ്രന്റെ ജീവനായിരുന്നു എനിക്ക് വലുത്. ഈ വിവരം അപ്പച്ചനും അമ്മച്ചിയും അറിയുമ്പോൾ എന്നോട് കോപിച്ചാലോ ദേഷ്യപ്പെട്ടാലോ, കോപിക്കുക ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതി ഞാനിവിടെ പറഞ്ഞില്ല. അതാണ് ബെന്നിയുടെ പേടിയുണ്ടായിരുന്നത്. ഈ വിവരം എനിക്ക് കൊടുത്ത കാര്യം പറഞ്ഞാൽ അമ്മ അച്ഛന് ദേഷ്യപ്പെടുവോ എന്നാണ് അവൻ ചിന്തിച്ചത്. ആ വഴിക്കായിരുന്നു അവൻ ചിന്തിച്ചത്. ആരാധനാ മനോഭാവത്തോടെ കുട്ടിയെ തലോടിക്കൊണ്ടാരേ അമ്മ, എന്റെ ബെന്നിമോനെ നിനക്കൊരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലടാ പറഞ്ഞു. പറഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന് കേട്ടില്ലായിരുന്നു ആ അമ്മ അല്ലെ. നല്ല അമ്മയായിരുന്നു. അപ്പൊ രാമൻകുട്ടി, ഇപ്പോൾ ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. തിരിച്ചറിവില്ലാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞാൻ ആ രൂപ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. രാമൻകുട്ടി പറഞ്ഞു. അമ്മ പശ്ചാത്താപത്തോടെ പറയുന്നുണ്ട്. പശ്ചാത്താപം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാ അമ്മക്ക്? എന്തുകൊണ്ടാ പശ്ചാത്താപം ഉണ്ടായത് അമ്മക്ക്? ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകനെ ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകനെ, നല്ല കാര്യം ചെയ്ത തന്റെ മകനെ തല്ലിയല്ലോ എന്നോർത്താണ് അമ്മക്ക് പശ്ചാത്താപം ഉണ്ടായത്. എന്റെ ദൈവമേ, മറ്റെന്തൊക്കെയോ ധരിച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ കണക്കിലേറെ തല്ലി. രാമൻകുട്ടി അതിന്റെ നൊമ്പരം അനുഭവിക്കും. നൊമ്പരം, വേദന അനുഭവിക്കുന്നത് ഇപ്പോൾ ഞാനാണ്.
സൽസ്വഭാവത്തോടു കൂടി മക്കളെ വളർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ സുഹൃതം നിറഞ്ഞവരാണ്. സുഹൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഹൃതം സുഹൃതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? പുണ്യം. സുഹൃതം പുണ്യം, സുഹൃതം. അപ്പോ അതിന്റെ നൊമ്പരം അനുഭവിക്കുന്ന ഇപ്പോൾ ഞാനാണ്. സൽസ്വഭാവത്തോടു കൂടി മക്കളെ വളർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ സുഹൃതം നിറഞ്ഞവരാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? പുണ്യമുള്ളവരാണ് എന്നാണ് അർത്ഥം. നല്ല സ്വഭാവമുള്ള കുട്ടികളുള്ളവര് പുണ്യം നിറഞ്ഞവരാണെന്ന് അർത്ഥം മാതാപിതാക്കൾ. ഓക്കെ. അപ്പൊ നിങ്ങൾ നല്ല മക്കളായി കഴിഞ്ഞാല് അച്ഛനമ്മമാർക്ക് എന്തുണ്ടാവും? പുണ്യമുള്ളവരാണെന്ന് അർത്ഥം വരും അല്ലെ? അമ്മയ്ക്ക് സംതൃപ്തി ഉണ്ട് മോനെ. ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ബെന്നി, മലമ്പുഴയ്ക്ക് പോകുന്ന ദിവസമെങ്കിലും ഇവിടെ ഈ വരെ അറിയൂന്ന് ഞാൻ വിചാരിച്ചിരുന്നു. രാമൻകുട്ടി, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപെടുന്ന മനസ്സിൽ എന്നും ഈശ്വരൻ കുടികൊള്ളും. എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ്? സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപെടുന്ന മനസ്സിൽ എന്നും ഈശ്വരൻ കുടികൊള്ളും. ബെന്നിയോടായി പറയുന്നുണ്ട്, നാം ആർക്ക് നന്മ ചെയ്യുമ്പോഴും അറിയേണ്ടവർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുഞ്ഞെ. അപ്പൊ ജസ്റ്റിസ് പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എന്ത്? നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് വേണം? അറിയേണ്ടവരെ അറിഞ്ഞിരിക്കണം. അതായത് അച്ഛനമ്മമാരും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ എന്ത് ചെയ്യണം? നല്ല കാര്യം ചെയ്താൽ പറയണം. പക്ഷെ നല്ല കാര്യം ചെയ്താൽ ചിലവർ പറയില്ല, അത് ഒളിപ്പിച്ചു വെക്കും. കാരണം നല്ല കാര്യം ചെയ്ത് എന്തിനാ മറ്റുള്ളവരെ അറിയിക്കുന്നതിലൊരു ബോധം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ പറയാത്തത് അല്ലെ? ചിലവര് പറയില്ല. അപ്പൊ ഇതിലെന്താ പറഞ്ഞത്? സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപെടുന്ന മനസ്സിൽ എന്നും ഈശ്വരൻ കുടികൊള്ളും. അപ്പൊ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലെപ്പോഴും ഈശ്വരൻ ഉണ്ടാവും. എനിക്ക് ബെന്നിയോടായി പറഞ്ഞു, നാം ആർക്ക് നന്മ ചെയ്യുമ്പോഴും അറിയേണ്ടവർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുഞ്ഞു. ബെന്നിമോനെ, മലമ്പുഴയ്ക്ക് പോകാൻ മോൻ ആഗ്രഹം തോന്നില്ലേ? ഞാൻ രൂപ തരാം ആരെ, അമ്മ പറഞ്ഞു അല്ലെ? ബെന്നി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട്, ആ ആഗ്രഹം ഞാൻ എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞതാണ്. എന്റെ കൂട്ടുകാർ മലമ്പുഴക്ക് പോയി തിരിച്ചു വരുമ്പോ അവിടെ കണ്ട കാഴ്ചകളെ പറ്റി വർണ്ണിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും സുരേന്ദ്രനും ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉദ്ദേശം മലമ്പുഴയ്ക്ക് പോകേണ്ട കാര്യം ബെന്നി ഒഴിവാക്കി? നിങ്ങൾക്ക് മനസ്സിലായോ? സുരേന്ദ്രനും പോവാൻ പറ്റില്ല, അതുകൊണ്ടാണ് അസുഖം വന്നതുകൊണ്ട്. അതാണ് ആ സുഹൃത്തിനോടുള്ള ബെന്നിയുടെ അഗാധമായ സ്നേഹം കൂടി അതിൽ കാണിക്കുന്നത് അല്ലെ? അപ്പൊ എന്താ പറഞ്ഞത്? എന്റെ കൂട്ടുകാർ മലമ്പുഴക്ക് പോയി തിരിച്ചു വരുമ്പോ അവിടെ കണ്ട കാഴ്ചകളെ പറ്റി വർണ്ണിച്ചു കേൾപ്പിക്കും. ഞാനും സുരേന്ദ്രനും ശ്രദ്ധയോടെ കേൾപ്പിക്കും. അമ്മ നിറമിഴികളോടെ മകനെ ആശ്ലേഷിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു അല്ലെ? കെട്ടിപ്പിടിക്കുന്നു. അമ്മ നിറമിഴികളോടെ കരഞ്ഞ് കണ്ണുകൾ നിറഞ്ഞു അല്ലെ? അതുകൊണ്ട് പൈസ എപ്പോ ഈ ടൂർ പോകുന്ന ദിവസം കൊണ്ടുവരാന്നല്ലേ പറഞ്ഞേ? ആ, അപ്പൊ എങ്ങനെ ഇവന് ഹോസ്പിറ്റലില് ഈ പൈസ കൊടുത്തു? അതിനു മുമ്പേ കിട്ടിയിട്ട് കൊടുത്തു. ടൂറിന്റെ പൈസ കൊടുത്തു. അല്ല, ആ ദിവസം എല്ലാവരും എത്തിച്ചു. ഇവൻ അതിന്റെ മോണിറ്റർ ആയിരുന്നു. അപ്പൊ ഇവൻ അതിന്റെ പൈസ ചിലപ്പോ ഇവനായിരിക്കും സമാഹരിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇവൻ പിന്നെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം കുറച്ച് കഴിഞ്ഞ് തരാന്ന് കേട്ടോ. അപ്പൊ അത് എങ്ങനെയോ അവൻ എത്തിച്ചു. അച്ഛൻ തലേന്ന് അമ്മ നേരത്തെ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അമ്മ നേരത്തെ ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അത് അവൻ കൊടുക്കാതിരുന്നാണ്. ഇന്ന് എത്തിക്കാന്ന് പറഞ്ഞല്ലേ പറഞ്ഞേ? അപ്പൊ അതിന് നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും. അതിൽ അതൊന്നും പറയുന്നില്ല. എന്തിനാ ആശുപത്രി പോയെ? ആര്? ബെന്നി നല്ല കുട്ടിയാണ്, സുഹൃത്തിനോട് അഗാധമായ സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പൊ സുരേന്ദ്രൻ ടൂറിനെല്ലാം പോകേണ്ട ഡേറ്റ് എല്ലാം കഴിഞ്ഞ് ടൂറിന് തീരുമാനം എടുക്കുന്ന ഡേറ്റിൽ സുരേന്ദ്രനും അഡ്മിറ്റ് ആയിട്ടുണ്ടാവില്ല. അതിന് ശേഷമായിരിക്കും അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് കാണാൻ പോകുമ്പോ ആ അച്ഛന് പൈസ ഇല്ലാതിരിക്കുന്ന കണ്ട സമയത്ത് പൈസ കൊടുത്തു. ഓക്കെ. അപ്പോ അടുത്തെന്താ പറഞ്ഞത്? അപ്പൊ അന്നേരം എന്താ പറഞ്ഞ? അമ്മ നിറമിഴികളോടെ, നിറമിഴികൾ എന്ന് പറഞ്ഞാല് അമ്മയ്ക്ക് സങ്കടം വന്നുകൊണ്ട് നിറമിഴികളോ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അർത്ഥം. മകനെ ആശ്ലേഷിക്കും, കെട്ടിപ്പിടിക്കും. അപ്പൊ രാമൻകുട്ടി എന്താ പറഞ്ഞത്? കണ്ണുകൾ മേലോട്ട് ഉയർത്തി, ഈശ്വര, ഈ കുഞ്ഞുങ്ങളുടെ ഇളം മനസ്സ് എത്രയോ നിർമ്മലമാണ്. കണ്ടോ? ഈ കുഞ്ഞുങ്ങളുടെ ഇളം മനസ്സ് അല്ലെ? കുഞ്ഞുങ്ങളുടെ മനസ്സ് എങ്ങനെയാ? ഇളം മനസ്സാണ്. ചെറിയ കുട്ടികളാണ് അല്ലെ? നിഷ്കളങ്കരാണ് അവര്. അപ്പോ എത്രയോ നിർമ്മലമാണ്. നിർമ്മലം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധം. അത്ര പരിശുദ്ധമാണ്. അവർക്ക് കളങ്കമൊന്നുമില്ല അല്ലെ? നിർമ്മലമാണ്. ഇവരുടെ നല്ല പ്രവൃത്തികൾ പ്രായമായവർ അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അപ്പൊ ചെറിയ കുട്ടികളുടെ മനസ്സ് എപ്പോഴും പവിത്രമാണ്. അതുപോലെ എല്ലാം മുതിർന്നവർ എന്നാണ് പറയുന്നത്. ഇവരുടെ നല്ല പ്രതികൾ പ്രായമായവർ അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു. ആരെ? രാമൻകുട്ടിയുടെ
കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു. അപ്പൊ തിരശ്ശീല വീഴുന്നു. അല്ലെ? നല്ലൊരു കഥയാണ്. ഓക്കെ, മനസ്സിലെ മണിവിളക്ക് ആർക്ക്? ബെന്നിക്ക ഉണ്ടായിരുന്നത് അല്ലെ? ബെന്നി ആയിരുന്നു ഇതിലത്തെ ഏറ്റവും നല്ല കഥാപാത്രം. ഓക്കെ, അപ്പോ ഈ പാഠഭാഗം നല്ല പോലെ നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യണം? 2-3 ആള് അഭിനയിക്കും പോലെ ഇരുന്ന് വായിക്കാം. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ ഈ പാഠം ഉണ്ടായിരുന്നു ഇതേ ടൈപ്പിൽ. 4ാം ക്ലാസ്സിൽ അപ്പൊ ഇതുപോലെ 3 ആളും 4 ആളുകളും കൂടിയിട്ട് വായിക്കുമായിരുന്നു. ഓരോരോ കഥാപാത്രം ഓരോരാളായിട്ട് അത് വായിക്കും. ഇപ്പൊ അമ്മ ഒരാളായി, ബെന്നി ഒരാളായി, അങ്ങനെ തമ്പി ഒരാളായി, രാമൻകുട്ടി ഒരാളായി, അങ്ങനെ വായിക്കണം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നല്ലതുപോലെ വായിക്കണം. ഇങ്ങനെ തപ്പിത്തെറിഞ്ഞിട്ട് ഇപ്പം എന്തല്ലോ ഇങ്ങനെ അങ്ങനെയൊന്നും വായിച്ചാൽ മെല്ലെ വായിച്ചാലൊന്നും ഒരു രസം കിട്ടില്ല. അത് നല്ല രീതിയിൽ വായിക്കണം. അല്ലെ? നമ്മളൊരു നാടകം അഭിനയിക്കുമ്പോ എങ്ങനെയാ തപ്പിത്തെറിഞ്ഞിട്ട് പറയില്ലോ അവനവന്റെ വേർഡ്സുകൾ. അതുപോലെ ഇപ്പൊ ഞാൻ വായിക്കുന്ന എന്റെ വായിന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ തപ്പിത്തടിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായി വായിച്ച് നമുക്കിതൊന്ന് ഒരു നാടകം പോലെ ഇങ്ങനെ വായിച്ച് രസിക്കാം. അല്ലെ? അടുത്ത ക്ലാസ് എന്തേ, തയ്യാറല്ലേ? ഓക്കെ, അപ്പൊ ആ പാഠം ഒന്ന് നല്ലപോലെ വായിക്കണം. അപ്പൊ നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ടത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപെടുന്ന മനസ്സിൽ എപ്പോഴും ഈശ്വരൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. ഈശ്വരൻ നമ്മളെ കൂടെ ഉണ്ടാവും, ഏത് ദൈവമായാലും. ഓക്കെ, പിന്നെ നമ്മ ആർക്ക് നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടപ്പെട്ടവരെ അറിഞ്ഞിരിക്കണം കൂടി ഇത് പറയുന്നു. ഓക്കെ, അപ്പൊ അർത്ഥം എന്താണ്? വിദൂരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ദൂരെയുള്ള ആ മഗ്നൻ മുഴുകിയവൻ അല്ലെ? നിസ്സഹായത, അവശത, ജ്വലിക്കുക, കത്തുക, പ്രഹരിക്കുക, അടിക്കുക, ശകാരം, കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ചീത്ത പറയും, പരവശനായി, ക്ഷീണിതനായി, സുഹൃതം, പുണ്യം, ദീനരോധനം, ദയനീയമായ കരച്ചിൽ. ഏകദേശം അർത്ഥങ്ങളെല്ലാം ആ പാഠത്തിന്റെ സമയത്ത് തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ വായിച്ചിട്ട് വരിക. ഓക്കെ അല്ലേ? ഓക്കെ ബൈ. ഞാൻ കുറച്ച് ലാസ്റ്റ് വിടല്ലോ, കുറച്ച് നേരത്തെ നിങ്ങൾ വിട്ടേക്കല്ല, ടാറ്റ പറയാൻ തുടങ്ങി അല്ലേ? മതിയായി, 4 മണിയായോ 4:45 സമയം നോക്കാൻ തുടങ്ങി. ഓക്കെ അല്ലേ? ആതിരക്ക് ഇന്ന് കുറച്ച് ഉറപ്പ് നോക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഉറങ്ങിയിട്ടേ ആതിരാ? Bye, miss. ബൈ.